ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. തൊടുന്നതെല്ലാം പൊന്നാകും. കാത്തിരുന്ന ജീവിതം തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങൾ? നിങ്ങളെ കാത്തിരിക്കുന്നത് അത്യപൂർവമായ നേട്ടങ്ങളാണ്. മേടം 31, അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 12 മണി കഴിഞ്ഞ് ആദിത്യൻ മേടം രാശിയിൽ നിന്നും ഇടവ രാശിയിൽ പ്രവേശിക്കുന്നു. മെയ് 15 വ്യാഴാഴ്ചയാണ് ഇടവം 1-ാം തീയതി, അതായത് നാളെ. ഇടവ മാസത്തിൽ കാർത്തിക, രോഹിണി, മകയിരം ഞാറ്റുവേലകൾ കടന്നുവരുന്നു. മാസാദ്യം ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിലാണ്. ഇടവം 12, 13 തീയതികളിൽ കറുത്ത വാവ് വരുന്നു. ഇടവം 13-ന് ഗ്രീഷ്മ ഋതുവും ജ്യേഷ്ഠ മാസവും ആരംഭിക്കുന്നത്. ഇടവം 27, 28 തീയതികളിൽ വെളുത്ത വാവ് വരും. മേടം 31-ന് രാത്രിയിൽ വ്യാഴം മിഥുനം രാശിയിൽ പ്രവേശിക്കുകയാൽ ഇടവ മാസം തുടങ്ങുമ്പോൾ വ്യാഴം മിഥുനത്തിലാണ്. മകയിരം നക്ഷത്രത്തിൽ ഇടവം 30 വരെ തുടരും. തുടർന്ന് വ്യാഴം തിരുവാതിരയിൽ സഞ്ചരിക്കും. വ്യാഴം വർഷത്തിൽ ഒരിക്കലാണ് രാശി മാറുക. ഇടവം 4-ന്, അതായത് മെയ് 18-ന് ഞായറാഴ്ച രാത്രി രാഹു കേതു മാറ്റവുമുണ്ട്. രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും പിൻഗതിയായി പ്രവേശിക്കുന്നു. രാഹുവും കേതുവും 1.5 വർഷത്തിൽ, അതായത് 18 മാസത്തിലൊരിക്കൽ രാശി മാറും. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ബുധൻ ഇടവം 9-ന് മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും ഇടവം 23-ന് മിഥുനത്തിലേക്കും സംക്രമിക്കുന്നു. ചൊവ്വ നീചക്ഷേത്രമായ കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലാണ്. ഇടവം 24-ന് ചിങ്ങരാശിയിൽ മകം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. ശുക്രൻ നീണ്ട നാളുകളായി ഉച്ചക്ഷേത്രമായ മീനം രാശിയിലാണ്. ഇടവം 17-ന് മേടം രാശിയിലേക്ക് മാറും. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഇടവ മാസത്തെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ജന്മത്തിൽ നിന്നും ആദിത്യൻ മാറുന്നത് വളരെയധികം ആശ്വാസകരമാകും. എങ്കിലും 2-ാം ഭാവത്തിലാകിയാൽ വാക്കുകളിൽ ആജ്ഞാനഭാവം വന്നുകൂടും. ഇടവം 4-ാം തീയതിയിലെ രാഹുമാറ്റം 11-ലേക്ക് ആകുകയാൽ വളരെയധികം ഗുണപ്രദമാണ്. 12-ലെ ശനി സൃഷ്ടിക്കുന്ന സ്വൈര്യക്കേടുകൾക്ക് ഒരു പരിധിവരെ രാഹുസ്ഥിതി സന്തുലനാവസ്ഥ ഉണ്ടാക്കും. വരുമാന മാർഗം തടസ്സപ്പെടുകയില്ല. 5-ലേക്ക് കേതു വരുന്നത് ആശയക്കുഴപ്പങ്ങൾ സമ്മാനിക്കും. മക്കളുടെ കാര്യത്തിൽ മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. ചൊവ്വ 4-ൽ തുടരുകയാൽ വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഗാർഹികമായ ചില ഭിന്നതകൾ തലപൊക്കാം. മാസപകുതിക്ക് ശേഷം ശുക്രൻ ജന്മരാശിയിൽ വരുന്നത് ദേഹസുഖം, ഭോഗാനുഭവങ്ങൾ, മനസ്സന്തോഷം ഇവയ്ക്ക് കാരണമാകും. 3-ൽ വ്യാഴം സഞ്ചരിക്കുകയാൽ തൊഴിൽ മേഖലയിൽ അധ്വാന ഭാരം വർദ്ധിക്കുന്നതാണ്. വ്യാഴം ഭാഗ്യഭാവത്തിലാകിയാൽ വളരെയധികം ഗുണകരമാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. വ്യാഴം 3-ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ലക്ഷ്യത്തിലെത്തുവാൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്ന മാസമാണ്. ജന്മരാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നത് കുറച്ചൊക്കെ ആശ്വാസം നിങ്ങൾക്ക് സമ്മാനിക്കും. എന്നാൽ മുഖരോഗങ്ങൾക്ക്, ഇഎൻഡി രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. 7-ര ശനി യാത്രകൾക്ക് വഴിയൊരുക്കും. ചിലപ്പോൾ അവ ക്ലേശപ്രദങ്ങളായെന്നു വന്നേക്കാം. വളരെയധികം ചെലവ് വന്നു ചേരുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ ബുധന്റെ 2-ാം ഭാവസ്ഥിതി, അതായത് ഇടവം 10-ന് ശേഷം ഒരുക്കിത്തരും. മാസം പകുതിക്ക് മേൽ ശുക്രൻ ജന്മരാശിയിൽ വരുന്നത് ഭൗതികമായ സമൃദ്ധിക്കും പാരിതോഷിക ലബ്ധിക്കും കാരണമാകുന്നതാണ്. 4-ൽ തുടരുന്ന ചൊവ്വ ബന്ധുവിരോധം സമ്മാനിക്കും. ഇടവം 4-ലെ രാഹുമാറ്റം വളരെയധികം ഗുണകരമാകും എന്നതിൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട കാര്യമില്ല. കേതുമാറ്റം ശാഠ്യങ്ങൾ സമ്മാനിക്കുവാനും ഇടവരുത്തും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്.
മാസാദ്യത്തിലെ 10 ദിനങ്ങൾ ആദിത്യൻ കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു. കാർത്തിക ഞാറ്റുവേല അതിനാൽ അലച്ചിലും ദേഹക്ലേശവും സമ്മാനിക്കും. ഇടവരാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണപ്രദമാണ്. ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പരിഹാരം തെളിയുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ വേതന വർധനവ് ഉണ്ടാകും. മേടരാശിക്കാർക്ക് തൊഴിലിടത്തിൽ വിരോധികൾ ഉണ്ടാകുന്നതാണ്. രാഹുമാറ്റം മത്സരങ്ങളിൽ വിജയം സമ്മാനിക്കും. നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ എതിർപ്പുകളെയും മറികടക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശ പഠനം, തൊഴിൽ ഇവ സാധ്യമാകും. സഹോദരങ്ങളുടെ സഹായം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രണയ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ കുടുംബത്തിൻ്റെ പിന്തുണയിൽ വിള്ളലുണ്ടാക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുകയാൽ ദേഹത്തിന് ആയാസം ഭവിക്കും. വിഭവനാശം ഉണ്ടാകുന്നതാണ്. 2ലെ ഗുരു നൽകുന്ന ഫലം കിട്ടിത്തുടങ്ങുവാൻ വൈകുന്നതാണ്. നിങ്ങളുടെ വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ പരീക്ഷാ വിജയത്തിനനുസരിച്ചുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള ധാരണ ലഭിക്കുന്നതാണ്. 11ലെ ശനി പാരമ്പര്യ തൊഴിലിൽ വിജയം സമ്മാനിക്കും. വയോജനങ്ങളിൽ നിന്നുള്ള നല്ല വാക്കുകൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. 11ലും 12ലുമായി ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ പ്രണയകാര്യത്തിൽ സന്തോഷം ഭവിക്കുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കാം. രാഹു 10ലും കേതു 4ലേക്കും മാറുന്നത് അത്ര ഗുണകരമല്ല. ഉടനെ എന്നു വന്നാലും പിന്നീട് ഗൃഹസൗഖ്യം കുറയുവാൻ ഇടയുണ്ട്. ജോലി മാറ്റത്തിന് തൽക്കാലം മുതിരാതിരിക്കുന്നതാണ് ഉത്തമം. വസ്തു വിൽക്കുവാനുള്ള സാധ്യതയും വന്നുചേരും. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ആദിത്യൻ്റെ സഞ്ചാരം അനുകൂല ഭാവങ്ങളിലല്ലാത്തതിനാൽ ദേഹക്ലേശം വരാം. അധികാരികളുടെ പ്രീതി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. ഇടവമാസം ഒടുവിൽ വരെ വ്യാഴം ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. രാഹു കേതു മാറ്റം ഭാഗികമായി ഗുണം ചെയ്യും. പണം മുടക്കി ചെയ്യുന്ന ഏർപ്പാടുകൾ ലാഭകരമാകുവാൻ വൈകുന്നതാണ്. കടബാധ്യതകൾ വർദ്ധിപ്പിക്കരുത്. വിലപിടിപ്പിച്ച രേഖകൾ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ബന്ധുക്കളുമായി രമ്യത പുലർത്തുവാൻ ശ്രമിക്കും. പുതുവാഹനം വാങ്ങുവാൻ യോജിച്ച ഒരു സമയമല്ല നിങ്ങൾക്ക്. കലാകാരന്മാരെ നല്ല അവസരങ്ങൾ തേടി വരുന്ന മാസമാണ്. ഇടവരാശിക്കാർക്ക് ശനിയുടെ ആനുകൂല്യമുള്ളതിനാൽ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും. മിഥുന രാശിക്കാർക്ക് കണ്ടക ശനിക്കാലം തൊഴിൽ മാന്ദ്യത്തിന് കാരണമാകും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ആദിത്യൻ 12ലും ഗുരു ജന്മത്തിലുമാണ്. ഇരു ഗ്രഹസ്ഥിതികളിലും ഗുണകരമല്ല. കാര്യസാധ്യത്തിന് നിരന്തരമായ യാത്രകൾ വേണ്ടിവരും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം വരുവാൻ ഇടയുണ്ട്. നല്ല കാര്യങ്ങൾ എന്നു കരുതിയവ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വരും. പരീക്ഷാ വിജയത്തിൽ അനുമോദനങ്ങൾ തുടരപ്പെടുന്നതാണ്. ഉപരിവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറിക്കിട്ടും. കണ്ടക ശനിയാകയാൽ സ്വാശ്രയ ബിസിനസ്സിൽ പുരോഗതി കുറയുന്നതാണ്. ഇടപാടുകളിൽ വിജയിക്കുവാൻ ധാരാളം വിട്ടുവീഴ്ചകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. 2ലെ ചൊവ്വ സംഭാഷണത്തിൽ ശത്രുക്കളെ സമ്മാനിക്കും. 3ലെ രാഹു കേതുക്കളിൽ നിന്നും നാമമാത്രമായ നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാകും. പ്രണയ സാഫല്യം ഉണ്ടാകുന്ന മാസം തന്നെയാണ്. ദാമ്പത്യ സൗഖ്യവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എല്ലാ മാറ്റങ്ങളും ഗുണകരമാകും എന്ന് പറയുവാൻ സാധിക്കില്ല. സാമ്പത്തിക നഷ്ടം വരാതിരിക്കുവാൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. സംരംഭകർക്ക് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്ന കാലമാണ്. നിലവിലെ ഉദ്യോഗത്തിൽ ഉന്മേഷം കുറയാം. ചുമതലകളിൽ വീഴ്ച വരാതിരിക്കുവാൻ മേലധികാരിയുടെ അപ്രീതി നേടുവാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വെല്ലുവിളികൾ ഉയരുന്നതാണ്. ഇഷ്ടമില്ലെങ്കിലും ബിസിനസ് കാര്യങ്ങൾക്കായി അലച്ചിലുണ്ടാകും. ശുക്രൻ 11ൽ വരികയാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ ജീവിത നിലവാരം ഉയരുന്നതാണ്. രാഹു കേതു മാറ്റത്താൽ ലാഭനഷ്ടങ്ങൾ സമമായേക്കും. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതിക്ക് കേതുവിൻ്റെ ഇഷ്ടസ്ഥിതി ബലാബലമാകുകയും ചെയ്യുന്നതാണ്.
അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ആദിത്യന്റെ 11-ലെ സഞ്ചാരം വളരെയധികം ആത്മവിശ്വാസം സമ്മാനിക്കും. കാര്യവിജയം ഉണ്ടാകുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കാം. പിതാവിൽ നിന്നും അവകാശം അല്ലെങ്കിൽ ധനലബ്ധി ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. ബുധനും കൂടി 11-ലേക്ക് വരികയാൽ വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കും. ഗുരു 12-ൽ സഞ്ചരിക്കുന്നത് ആത്മീയമായ അന്വേഷണങ്ങളും യാത്രകളും സമ്മാനിക്കുന്നതാണ്. സൽക്കാരങ്ങൾക്കായി ചെലവുണ്ടാകും. ഇടവം 4-ാം തീയതി രാഹുവും കേതുവും അനിഷ്ടഭാവങ്ങളിൽ മാറുന്നു. വിഷാദം, കാര്യതടസ്സം ഇവ ഭവിക്കാം. കലഹവാസന നിയന്ത്രിക്കപ്പെടേണ്ട കാലമാണ്. ചൊവ്വ, പൂയം, ആയില്യം നാളുകളിൽ തുടരുന്നതും അനുകൂലമല്ല. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത കുറയുവാനും ഇടയുണ്ട്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. രാഷ്ട്രീയ വിജയം കൈവരിക്കും. എതിരാളികളെയെല്ലാം നിഷ്പ്രഭരാക്കുവാൻ സാധിക്കുന്നതാണ്. ആദർശത്തെക്കാൾ കൂടുതൽ പ്രായോഗിക ചിന്തയിൽ നിറയും. അവസരങ്ങൾ പാഴാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിതൃപുത്ര ബന്ധം രമ്യമാകും. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സർക്കാർ ജോലി, അതുമല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ലഭിക്കും. രാഹു, കേതു, ചൊവ്വ ഇവയുടെ ദുസ്വാധീനം മൂലം കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പൊതുസംരംഭങ്ങളിൽ അനൈക്യം വരാം. ദേഹക്ലേശം ഭവിക്കുന്നതാണ്. വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ദാമ്പത്യത്തിൽ പാരസ്പര്യം കുറയുന്നതാണ്. ഭൂമി കച്ചവടത്തിൽ അമളികൾ പിണയാം. 9-ലെ ശനിയും 12-ലെ വ്യാഴവും ചെലവിനിട വരുത്തും. നാട്ടിൽ കഴിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കേണ്ടി വരാം. കലാപ്രവർത്തനം വിജയത്തിലെത്തും. കുടുംബ സംഗമം, സഹപാഠി സംഗമം ഇവയിൽ സംബന്ധിക്കേണ്ടി വരാം. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 10-ലും വ്യാഴം 11-ലും സഞ്ചരിക്കുന്നതിനാൽ സംരംഭങ്ങളിൽ വിജയമുണ്ടാകും. ഉദ്യോഗത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. ജോലി മാറ്റത്താൽ ജോലി നഷ്ടമായ ആളുകളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ്. സമൂഹ മധ്യത്തിൽ അംഗീകാരമുണ്ടാകും. മേലധികാരികൾ ഉപദേശം തേടാം. പൊതുവെ നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ഉയർന്ന ആദായം ലഭിക്കുന്നതാണ്. അഷ്ടമത്തിൽ ശനിയും 12-ൽ ചൊവ്വയും ജന്മത്തിൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ വ്യക്തിപരമായി പലതരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. വാഹനം, അഗ്നി മുതലായവ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രത വേണം. 7-ാം ഭാവത്തിലെ രാഹു ദാമ്പത്യ ജീവിതത്തെ അസംതൃപ്തരാക്കും. പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതി കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസം വളരെയധികം ഉയരുന്ന കാലമാണ്. തൊഴിലിടത്തിൽ സ്വാധീനം വർദ്ധിക്കും. അധികാരപൂർവമായ ചുമതലകൾ ലഭിക്കുവാനിടയുണ്ട്. പൊതുപ്രവർത്തകർക്ക് സ്വീകാര്യത വന്നു ചേരും. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. വീടിനടുത്തേക്ക് സ്ഥലം മാറ്റത്തിനായി നടത്തിയ ശ്രമങ്ങൾ ഫലം കാണുന്നതാണ്. ധനപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകില്ല. ബിസിനസ് തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ സ്വാധീനിക്കും. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ വിപുലമാകുന്നതാണ്. കുടുംബത്തിൽ ഒട്ടാകെ സമാധാനം വന്നുചേരും. എന്നാലും ജീവിത പങ്കാളിയോട് വിയോജിക്കേണ്ട സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ്. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ ആലോചനകൾ ഊർജിതമാകും. പുതിയ വാഹനമോ മുന്തിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളോ വാങ്ങുവാൻ ഇടയുള്ള മാസമാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ചിങ്ങരാശിക്കാർക്ക് തൊഴിൽപരമായി മെച്ചപ്പെട്ട ഫലം ഉണ്ടാകും. കരാർ പണികളിൽ ഏർപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തുടർച്ചയായി പണി ഉണ്ടാകുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യം അനുകൂലമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടില്ല. 7-ലേക്ക് രാഹുവും ജന്മത്തിൽ കേതുവും വരികയാൽ സ്വകാര്യ ജീവിതത്തിൽ അല്പം തടസ്സങ്ങൾ വന്നു ചേരും. കേതു ഉത്രം നക്ഷത്രത്തിൽ തുടരുന്നത് ദേഹക്ലേശത്തിന് വഴിയൊരുക്കും. കന്നി രാശിക്കാർക്ക് നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലമോ അംഗീകാരമോ കിട്ടുകയില്ല. സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കുവാൻ വൈകുന്നതാണ്. 7-ലെ ശനിയാൽ കൂട്ടുകച്ചവടത്തിൽ ഉന്മേഷരഹിതമാകും. രാഹു കേതുക്കളുടെ മാറ്റവും ചൊവ്വയുടെ സ്ഥിതിയും സാമ്പത്തികമായി വളരെയധികം ഗുണം ചെയ്യുന്നതാണ്.
അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. സമ്മിശ്രമായ അനുഭവങ്ങൾ ഇടവമാസത്തിൽ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വലിയ ഉന്മേഷം ഉണ്ടാകുകയില്ല. പുതിയ പദ്ധതികൾ സാക്ഷാത്കരിക്കുവാൻ ക്ലേശിക്കുന്നതാണ്. വായ്പയ്ക്കുള്ള അപേക്ഷ അനുവദിക്കപ്പെടില്ല. ഉപരിവിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ച കോഴ്സിൽ പ്രവേശനം സാധ്യമാകും. അന്യ സംസ്ഥാനത്തോ പുറം നാട്ടിലോ പഠനം തുടരുവാൻ സാധിക്കും. ഏഴാം ഭാവത്തിലെ കണ്ടകശനിയാൽ പ്രണയിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ദാമ്പത്യത്തിലും സുഖം കുറയുവാൻ ഇടയുണ്ട്. പിണക്കങ്ങൾ ആവർത്തിക്കാം. രാഹു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും. ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ശത്രുശല്യത്തെ ചെറുത്തു നിൽക്കുവാൻ കഴിയും. വസ്തുവിൽ നിന്നും ആദായമുണ്ടാക്കും. കേതു ജന്മരാശിയിൽ നിന്നും മാറിയതിനാൽ മനസ്സിന് ആശ്വാസം ഭവിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. തുലാം രാശിക്കാർക്ക് ആദിത്യൻ അഷ്ടമത്തിലാകിയാൽ ഉദ്യോഗത്തിൽ തരം താഴ്ത്തൽ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ്. വ്യാഴം 9-ൽ സഞ്ചരിച്ചു തുടങ്ങുന്നതിനാൽ മനസ്സിൽ നല്ല കാര്യങ്ങൾ നിറയും. ഭാവിയെക്കുറിച്ച് പലതും സ്വപ്നം കാണും. കേതു 11-ലേക്ക് മാറുന്നതിനാൽ രഹസ്യധനം ലഭിക്കാം. രാഹുവിൻ്റെ പഞ്ചമസ്ഥിതി ആശയക്കുഴപ്പങ്ങൾ സമ്മാനിക്കും. കന്നി രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. രാഹു 6-ാം ഇടത്തിൽ നിന്നും മാറുന്നതും കേതു ജന്മത്തിൽ നിന്നും നീങ്ങുന്നതും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശത്രുഭയം ഉണ്ടാക്കില്ല. കടക്കെണിയിൽ ആശ്വാസമുണ്ടാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പുതിയ ചികിത്സ ഫലവത്താകുന്നതാണ്. 7-ലെ ശനി ദാമ്പത്യ ക്ലേശങ്ങൾക്ക് കാരണമാകും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. വ്യാഴം 9-ൽ സഞ്ചരിച്ച് തുടങ്ങുന്നതിനാൽ ചോതി നക്ഷത്ര ആളുകൾക്ക് ഭാഗ്യവഴികൾ തുറക്കപ്പെടും. കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. സ്ഥാന ബഹുമതികൾ വന്നു ചേരും. ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ജോലിയിൽ ചില തടസ്സങ്ങൾ സമ്മാനിക്കും. പുനർശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയുണ്ടാകണം. ശനിയുടെ അനുകൂല സ്ഥിതിയായി ശത്രുവിജയം സാധ്യമാകും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ ഫലം ചെയ്യുന്നതാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കും. പൊതുസംരംഭങ്ങൾ ആദായം നൽകി തുടങ്ങുന്നതാണ്. രാഹുമാറ്റം അനാവശ്യമായ ശാഠ്യം, മക്കളുടെ കാര്യത്തിൽ ചില മനപ്രയാസങ്ങൾ എന്നിവ സമ്മാനിക്കും. കേതു 11-ൽ സഞ്ചരിക്കുന്നത് പരോക്ഷ ധനലാഭത്തിനും വഴിയൊരുക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ വ്യാഴം രാശി മാറിക്കഴിഞ്ഞു. വിശാഖം നാളുകാർക്കും മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നതാണ്. തുലാം രാശിക്കാർക്ക് വ്യാഴമാറ്റം ഗുണകരമാണ്. നിങ്ങൾക്ക് ഭാഗ്യപുഷ്ടിയുണ്ടാകും. കഴിവിലുമധികം അംഗീകാരങ്ങൾ വന്നു ചേരും. വരുമാന മാർഗം സുഗമമായി തീരുന്നതാണ്. എന്നാൽ ആദിത്യൻ കാര്യ തടസ്സങ്ങൾ സമ്മാനിക്കും. മേലധികാരിയുടെ അപ്രീതി ഭവിക്കാം. പിതൃപുത്ര ബന്ധത്തിൽ രമ്യത കുറയുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് യാത്രയും യാത്രാമൂലം അലച്ചിലുമുണ്ടാകും. കഠിന അധ്വാനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ചെറിയ നേട്ടങ്ങൾ പോലും വന്നു ചേരൂ. തുലാം രാശിക്കാർക്ക് മത്സരങ്ങളിൽ അനായാസ വിജയം പ്രതീക്ഷിക്കാം. വൃശ്ചിക രാശിക്കാർക്ക് 5-ലെ ശനിസ്ഥിതി മൂലം ഉപാസനകളിൽ ഭംഗം ഭവിക്കും. തെറ്റായ ഉപദേശങ്ങൾ ലഭിക്കുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ഇടവമാസത്തിൽ അനിഴം നക്ഷത്ര ജാതകർക്ക് ഗൃഹസ്ഥിതി അത്ര അനുകൂലമല്ല. 7-ൽ സഞ്ചരിക്കുന്ന ആദിത്യൻ വഴി നടത്തുകയും യാത്രാക്ലേശവും സമ്മാനിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ്. പങ്കു കച്ചവടത്തിലും തൃപ്തി ഉണ്ടാകില്ല. രാശാധിപൻ ചൊവ്വ നീചക്ഷേത്രത്തിൽ തുടരുന്നതിനാൽ ആശയക്കുഴപ്പവും ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടും. പരിചിത വിഷയമായാലും പ്രവൃത്തിയിൽ പിശകുകൾ വന്നു ചേരും. വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതി അവിചാരിത തടസ്സങ്ങൾ സമ്മാനിക്കുന്നതാണ്. രാഹു 4-ലേക്ക് വരുന്നത് മനസമാധാനക്കുറവിന് കാരണമാകും. ഗൃഹത്തിൽ നിന്നും പഠനം, ജോലി ഇവയിലോ മറ്റു കാരണങ്ങളാലോ വീട് വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം. അല്പമായ സന്തോഷങ്ങളും സാമാന്യമായ വരുമാനവും പ്രതീക്ഷിച്ചാൽ മതി. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ബുധ സൂര്യയോഗം നൈപുണ്യമുണ്ടാക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിരാശപ്പെടേണ്ടതില്ല.
അഞ്ചിലെ ശനി ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. അഷ്ടമത്തിലെ വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയാൽ ധനപരമായി തരക്കേടില്ലാത്ത കാലമാണ്. വീട് മാറുവാൻ ഇടയുണ്ട്. നാലിലെ രാഹുവിൽ വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ സർക്കാർ ഇടപെടലുകൾ വന്നു ചേരാം. സ്വതന്ത്ര ചിന്താഗതിയും വ്യക്തമായ നിലപാടുകളും പ്രകടിപ്പിക്കുകയാൽ സംഘടനകളിൽ അഭിമാനം വന്നു ചേരും. നിലവിലെ വ്യാപാരം മാറുന്നത് തൽക്കാലം അനുകൂലമല്ല. വലിയ മുതൽ മുടക്കുകളും പ്രയോജനം ചെയ്യില്ല. കലാപരമായ താല്പര്യമുണ്ടാകും. അതിനെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കില്ല. യോഗ, ധ്യാനം, വ്യായാമം, പരിശീലനം ഇവ ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 6-ൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യസിദ്ധി ഭവിക്കും. തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. മേലധികാരികളുടെ പ്രീതി നേടുവാൻ കഴിയും. വിദേശത്ത് ഉയർന്ന പഠിപ്പിനുള്ള അവസരം വ്യാഴത്തിൻ്റെ ആനുകൂല്യം മൂലം ലഭ്യമാകും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം വന്നുചേരും. സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകുന്ന കാലമാണ്. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസം പ്രതീക്ഷിക്കാം. രാഹുവിൻ്റെ 3-ാം ഭാവത്തിലേക്കുള്ള മാറ്റം ധനപരമായ ഉയർച്ചയ്ക്കും തൊഴിലിൽ വളർച്ചയ്ക്കും കാരണമാകും. കണ്ടക ശനിക്കാലം ആകയാൽ ഗൃഹനിർമ്മാണം മെല്ലെയാകുന്നതാണ്. അക്കാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അഷ്ടമ ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതിയാൽ വിഷാദം, വീഴ്ച, മനക്ലേശം ഇവ സാധ്യതകളാണ്. പതിവായുള്ള ആരോഗ്യ പരിശോധനകളിൽ അമാന്തം വൈകരുത്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ആദിത്യനും ഗുരുവും മാസാദ്യം മുതലും രാഹു ഇടവം 4-ാം തീയതിക്ക് ശേഷവും അനുകൂല സ്ഥിതിയിൽ വന്നുചേരും. കുറച്ചു നാളുകളായി അനുഭവിച്ചു പോന്നിരുന്ന മാനസിക സംഘർഷത്തിന് അയവുണ്ടാകും. ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടാകെ വറുതിയിലാകുന്നതാണ്. നിങ്ങളുടെ തൊഴിലിടത്തിലെ എല്ലാവിധ സംഘർഷങ്ങൾക്കും അയവുണ്ടാകും. കഴിവുകൾ പോഷിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഒപ്പമുള്ള ആളുകളുടെ അനാവശ്യമായിട്ടുള്ള നിസ്സഹകരണവും എതിർപ്പും നീങ്ങുന്നതാണ്. ദിശാബോധം, പഠിപ്പ്, കുടുംബജീവിതം എന്നിവയിലും പ്രത്യക്ഷമാകുന്നതാണ്. തൊട്ടതെല്ലാം നഷ്ടത്തിലാകുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. കണ്ടകശനി 4-ൽ ശക്തമാകുകയാൽ ബന്ധുവിരോധം, സുഹൃത്ത് കലഹം, വീടിന് അറ്റകുറ്റപ്പണി ഇവ സാധ്യതകളാണ്. അഷ്ടമത്തിലെ ചൊവ്വ ആരോഗ്യകാര്യത്തിൽ വിഷമങ്ങൾ വരുത്തുമെന്നതിനാൽ അല്പം കരുതലുണ്ടാകുന്നതും ഗുണകരമാകും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനുരാശിക്കാർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ഇടവമാസത്തിൽ വന്നുചേരും. അധികാരികളുടെ പ്രീതി നേടുവാൻ സാധിക്കും. ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും വരുമാനമുണ്ടാകും. ദാമ്പത്യത്തിലെ സ്വൈര്യക്കേടുകൾക്ക് ഒട്ടാകെ വിരാമം ഭവിക്കുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനങ്ങൾ വന്നുചേരും. മകരരാശിക്കാർക്ക് ശത്രുക്കൾ മിത്രങ്ങളാകും. മിത്രങ്ങൾ ശത്രുക്കളാവുന്ന സ്ഥിതിയും വന്നുചേരാം. കർമ്മ മേഖലയിൽ വിശിഷ്യ സ്വാശ്രയ വ്യാപാരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ വിളംബം വന്നേക്കും. കുടുംബരംഗത്ത് സ്വാസ്ഥ്യം കുറയുന്നതാണ്. ധനപരമായി മെച്ചമുണ്ടാകുന്ന മാസമല്ല. പതിവായുള്ള ആരോഗ്യ പരിശോധനയിൽ മുടക്കം വരുത്തരുത്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. പ്രമുഖന്മാർ നൽകിയ വാഗ്ദാനങ്ങൾ ഫലിക്കുവാനും ഫലിക്കാതിരിക്കുവാനും ഇടയുണ്ട്. കർമ്മ മേഖല കുറ്റമറ്റതാവില്ല. പാളിച്ചകൾ തിരുത്തി മുന്നേറുവാൻ സാധിക്കും. അവ്യക്തതയും സന്ദേഹവും തുടരുമെങ്കിലും പ്രത്യുൽപ്പന്ന മിതത്വം പ്രയോജനപ്പെടുത്തും. വ്യാഴം 6-ലാകിയാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. നിക്ഷേപങ്ങളിൽ കരുതൽ വേണ്ടതുണ്ട്. കണക്കുകളിലെ കൃത്യത പുലർത്തേണ്ടതാണ്. സാമാന്യത്തിലധികം അധ്വാനിക്കേണ്ടി വരുന്ന മാസമാണ്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും. രാഹുവിൻ്റെ 2-ലെ സഞ്ചാരം, ചൊവ്വയുടെ 7-ലെ സ്ഥിതി ഇവ കുടുംബ കലഹങ്ങൾക്ക് വഴിയൊരുക്കും. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. മകൻ്റെ ഭാവി കാര്യത്തിൽ അവ്യക്തതയുണ്ടാകും. വിദേശ പഠനം, തൊഴിൽ എന്നിവ പ്രതീക്ഷിച്ച കാലത്തിലും നീളും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ആസൂത്രണം ഇല്ലാത്ത കാര്യങ്ങൾ വിജയിക്കുവാനിടയുണ്ട്.
പൊതുസമ്മതി ഭവിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭാഗികമായി പൂർത്തീകരിക്കും. പെടുന്നനെ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ തടസ്സം വരുവാൻ ഇടയുണ്ട്. മേലധികാരികളോട് പറയുന്ന പരാതികൾ വനരോധനമാകും. ഔദ്യോഗികമായ ഉയർച്ച പ്രതീക്ഷിക്കും, പക്ഷേ മറ്റുള്ളവർക്ക് അവ ലഭിക്കുന്നത് കാണേണ്ടി വരും. സഹജമായ പല ഗുണങ്ങളും കഴിവുകളും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അഭിനന്ദനങ്ങൾ വന്നു ചേരും. മാസത്തിൻ്റെ നല്ലൊരു പങ്കും നക്ഷത്രാധിപനായ ചൊവ്വ നീചത്തിൽ തുടരുന്നതിനാൽ അകാരണമായ പിരിമുറുക്കം അനുഭവപ്പെടാം. വ്യാഴമാറ്റം കുംഭരാശിക്കാർക്ക് വളരെയധികം ആശ്വാസകരമാണ്. മക്കളുടെ കാര്യത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ഭവിക്കുന്നതാണ്. ജീവകാരുണ്യത്തിലും സമൂഹ നന്മയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ചുവടുവയ്പ്പുകൾ നടത്തുവാൻ സാധിക്കും. രാഹു കേതു മാറ്റം പലതരം സമ്മർദ്ദങ്ങൾ സമ്മാനിക്കും. ദേഹസൗഖ്യത്തിന് കുറവും ഭവിക്കാം. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. വ്യാഴത്തിൻ്റെ മാറ്റം സത്ഫലങ്ങൾ സമ്മാനിക്കും. മാനസിക നിലവാരം ഉയരുന്നതാണ്. ഭൗതിക കാര്യങ്ങളിൽ ഉദ്യോഗം ഉണ്ടാവില്ല. മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കാര്യങ്ങൾ എല്ലാം സുഗമത ദൃശ്യമാകും. ധനപരമായി കരുതൽ പുലർത്തുവാനും സാധിക്കും. ജന്മനക്ഷത്രാധിപനായ രാഹു ജന്മനക്ഷത്രത്തിൽ പിൻഗതിയായി എത്തുന്നു. ഏഴര ശനി കാലം തുടരുന്നുണ്ട്. ആദ്യത്തിൻ്റെ 4ാം ഭാവത്തിലുമാണ്. ഇവ മൂന്നും മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ ഉയർത്താം. അനാവശ്യമായ കാലവിളംബം ഉണ്ടാക്കും. മുൻപില്ലാത്ത വിധം അലസരാകുന്നതാണ്. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കുവാനും തിരുത്തുവാനും സന്നദ്ധത ഉണ്ടാകില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആവർത്തിത ശ്രമം വേണ്ടിവരും. ചൊവ്വയുടെ 6ലെ സ്ഥിതി ശത്രുവിജയം, ഭൂമിയിൽ നിന്നുമുള്ള ആദായം എന്നിവയ്ക്ക് കാരണമാകുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. രാഹു പോരുരുട്ടാതി 4ാം പാദത്തിൽ നിന്നും ഇടവം 4-ന് പോരുരുട്ടാതി 3ാം പാദത്തിലേക്ക് പ്രവേശിക്കും. മീനരാശിയായാലും കുംഭരാശിയായാലും രാഹു പോരുരുട്ടാതിയിൽ തന്നെയാണ്. അതിനാൽ തന്നെ ആലസ്യം, മാനസിക പിരിമുറുക്കം, പിൻവാങ്ങൽ, പിൻവലിയൽ എന്നിവ സഹജമാകും. ദുശാഠ്യം ഏറുന്നതാണ്. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരുവാൻ വൈകും. ശനിയുടെ പ്രതികൂലതയും ഉള്ളതിനാൽ ലക്ഷ്യപ്രാപ്തി എളുപ്പമാകില്ല. കുംഭരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ 5ലെ സ്ഥിതി കുറച്ചൊക്കെ അനുകൂലമാണ്. ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. മീനരാശിക്കാർക്ക് ആദിത്യൻ സഹായഭാവത്തിലാകിയാൽ സർക്കാർ സഹായം, രാഷ്ട്രീയ പിന്തുണ, സഹപ്രവർത്തകരുടെ സഹകരണം ഇവയുണ്ടാകും. ചൊവ്വ കുംഭരാശിക്കാരുടെ എതിർശക്തികളെ പ്രതിരോധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മത്തിൽ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ്. എത്ര ചടുലമായ നീക്കങ്ങളും പതുക്കെയാകും. പല കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ സാധിച്ചേക്കില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റില്ലെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പരിഭവങ്ങൾ ഉയരുന്നതാണ്. രാഹു ജന്മരാശിയിൽ നിന്നും 12ലേക്ക് മാറിയതും കേതു 6ാം ഭാവത്തിലായതും ആശ്വാസകരമാണ്. വ്യാഴത്തിൻ്റെ 4ലെ സഞ്ചാരം സമ്മിശ്രമാണ്. തൊഴിൽ ഭാവത്തെ നോക്കുകയാൽ കർമ്മരംഗം മ്ലാനമാവില്ലെന്ന് ഊഹിക്കാം. ആദിത്യൻ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ഈ മാസത്തിൽ തടസ്സപ്പെട്ട പല കാര്യങ്ങളും പ്രവർത്തന സജ്ജമാക്കുവാൻ സാധിക്കും. ചൊവ്വ 5ാം ഭാവത്തിലാകയാൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ജന്മശനിയും 12ലെ രാഹുവും വിപരീത ഫലങ്ങളും കാര്യതടസ്സവും സമ്മാനിക്കും. പരിശ്രമങ്ങൾ പകുതിയിൽ ഉപേക്ഷിക്കപ്പെടാം. വിഷാദത്തിൻ്റെ ചില്ലകളിലേക്ക് മനസ്സ് പെട്ടെന്ന് ചേക്കേറും. 3ാം ഭാവത്തിലെ ആദിത്യൻ, 6ലെ കേതു, ബുധ, ശുക്രന്മാർ ഇവർ ജീവിതത്തെ സന്തുലിതമാക്കും. പ്രസന്ന ഭാവങ്ങൾ സമ്മാനിക്കും. 4ാം ഭാവത്തിലെ വ്യാഴം ദോഷശക്തിയല്ല. ഗാർഹികമായ അന്തരീക്ഷം മുന്നത്തെക്കാളും മെച്ചപ്പെടുന്നതാണ്. 5ലെ ചൊവ്വ നിർബന്ധശീലം കാട്ടുവാൻ പ്രേരിപ്പിക്കും. മക്കളുമായി വെറുതെ പിണങ്ങാം. മക്കളുടെ കാര്യമോർത്ത് ക്ലേശിക്കുവാനും ഇടയുണ്ട്. കച്ചവടത്തിൽ കൂടുതൽ ധനം മുടക്കുന്നത് ഇപ്പോൾ ഗൃഹാനുകൂല്യം നല്ലതല്ല. പ്രണയിക്കുന്ന ആളുകൾക്കും ദമ്പതികൾക്കും ശൈഥില്യത്തിനു ശേഷം ഒത്തിണങ്ങുവാൻ സന്ദർഭം സംജാതമാകുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.